നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ പോയിട്ട് വാ, താമസിക്കണ്ട. മോനെ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. നോക്ക് ചോട്ടു, പോ. ചോട്ടു വാ. മോള് പോയിട്ട് വാ. പവിയേട്ടാ, സംഗതി സെറ്റല്ലേ? അമ്മയും മകനും ഇപ്പൊ രണ്ട് ദിക്കില. ഇനി ഇരുവരുടെയും ഹൃദയത്തിൽ പകയുടെ വിത്ത് വിതറണം. പറ്റുമെങ്കിൽ രൂപേഷിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ദർശനയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കണം. ഒരു കള്ളം 1000 വട്ടം പറയണ്ട, 100 വട്ടം പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അത് സത്യമായിട്ടങ്ങ് മാറും. അതെ, ഞാൻ പോയിട്ട് വരാം. നീങ്ങ മാറി. ചേച്ചി, ചേച്ചിക്ക് ഇത് എന്തു പറ്റി? മനസ്സാകെ കലങ്ങി മറിഞ്ഞ് കിടക്കുവാണല്ലോ. ഈ സങ്കടത്തിന് അറിഞ്ഞോ അറിയാതെയോ ഞാനാണ് കാരണക്കാരനെങ്കിൽ ചേച്ചി എന്നോട് പൊറുക്കണം. പവി, എന്താ ഇത്? എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. നീ പറഞ്ഞതുപോലെ എന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുക. ചേച്ചി, ഇതിനെല്ലാം കാരണം ഗിരിജ ഒറ്റൊരുത്തിയ. അവളുടെ ഭ്രാന്ത് അനുഭവിക്കാനുള്ളതും സഹിക്കാനുള്ളതും ഞാനും എൻ്റെ മോളും മാത്രമാണ്. അത് ഞങ്ങളുടെ വിധിയാ. അല്ലാതെ എൻ്റെ കൂടെപ്പിറപ്പും കുടുംബവും അല്ല. അതെങ്കിലും തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് കൂടെപ്പിറപ്പാ ചേച്ചി? ഞാൻ എൻ്റെ ഭാര്യയെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ഞങ്ങൾ കാരണം ചേച്ചിക്കോ കുടുംബത്തിനോ ഒരു ദോഷവും ഉണ്ടാവാതെ നോക്കണം. എന്റെ ആഗ്രഹം അത്. എതിര് പറയരുത്. പവി, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചി, ഞങ്ങൾ ഇവിടുന്ന് താമസം മാറുക. ഇത് ചേച്ചിയുടെ കുടുംബമാണ്. ചേച്ചി എപ്പോഴും പറയാറുള്ളത് പോലെ അമ്മയും മക്കളും കൂടുമ്പോ ഇമ്പം വേണം. അതിപ്പോ ഈ വീട്ടിലില്ലല്ലോ. ചേച്ചി വിളിച്ചിട്ട് പോലും നിൽക്കാതെ രൂപേഷ് പോയത് കണ്ടില്ലേ? അവനെ ഞാൻ എൻ്റെ ഈ തോളത്തിട്ട് വളർത്തിയതാ. അവൻ ഇന്ന് എൻ്റെ നേരെ കയ്യോങ്ങി. നാളെ അടിക്കും. വേണ്ട ചേച്ചി, അതൊന്നും സഹിക്കാനുള്ള ഉറപ്പ് എൻ്റെ ഈ ചേച്ചിയുടെ ഹൃദയത്തിനുണ്ടാവില്ല. ഈയൊരു ഹൃദയം കൂടി നിലച്ചുപോയ പിന്നെ പവിത്രന്റെ ലോകം കൂരിരുട്ടിലായി പോവും. പവിത്രൻ ചേച്ചിയുടെ പണം മോഹിച്ച് കൂടെ നിന്നവനല്ല.
ചേച്ചിയുടെ തണലോരത്ത് മഴ നനയാതെ കയറി നിന്നവനാ. ചേച്ചി എതിര് പറയരുത്. എതിർത്തുകൊണ്ട് പോകാൻ എനിക്കാവില്ല. അതിന് ഇന്നുവരെ ഉണ്ടാക്കിയ ഈ തടിയും തണ്ടൊന്നും പോരാ. പവി, നീ മാറി താമസിക്കാൻ തീരുമാനിച്ചു അല്ലേ? എന്റെ മോൻ എന്നോട് സംസാരിക്കാതെ പോയത് നീ കണ്ടുന്നല്ലേ പറഞ്ഞത്? എന്നിട്ടും നിനക്ക് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോണോ അല്ലേ? പൊയ്ക്കോ, എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോ. മരുവത്തൂരിലെ സുമംഗലിക്ക് ഒരു മോൻ മാത്രമല്ല, എന്റെ കൂടപ്പിറപ്പായ മറ്റൊരു മകൻ കൂടി ഉണ്ടെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുമായിരുന്നു. ഇനി അത് വേണ്ടല്ലോ. നീ നേരത്തെ പറഞ്ഞില്ലേ നിന്റെ സങ്കടങ്ങൾ അനുഭവിക്കാൻ നിന്റെ ഭാര്യയും മകളും മതിയെന്ന്. ഇപ്പൊ എനിക്ക് ആരുമില്ലല്ലോ. താലി കെട്ടിയ ആള് പോയി, മകൻ ഇങ്ങനെ, ഇപ്പോ കൂടെപ്പിറപ്പും ഇങ്ങനെ. തടയില്ല, ഞാൻ ആരെയും തടയില്ല. പക്ഷേ ഈ ചേച്ചിക്ക് നീ ഒരു വാക്ക് തന്നിട്ട് പോണം. ഇനി നീ എന്നെ കാണുന്നത് ചിതയിൽ ഒടുങ്ങിത്തീർന്ന ഭസ്മമായിട്ട് മാത്രമായിരിക്കും. അതിനു മുൻപ് ഒരിക്കൽ പോലും എന്റെ മുന്നിലേക്ക് വരില്ലെന്ന് വാക്ക് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിനക്ക്. വിട്ടുപോകാതെ നോക്കാമെന്ന് വിശ്വേട്ടന് വാക്ക് കൊടുത്തതാ ഞാൻ. വിട്ടുപോയ കണ്ണികളെ ചേർക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടില്ല. ചേച്ചി ഇല്ല, ഞാൻ എങ്ങോട്ടുമില്ല. ചേച്ചിയെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. ഈ കാഴ്ചവട്ടിലുണ്ടാവും മരിക്കും വരെ. ശ്രേയെ, നിനക്കേ തൃച്ചംബരത്തെ രാജവല്ലിയെ അറിയോ? ആ, അമ്മയുടെ പഴയ ക്ലാസ്മേറ്റ് അല്ലേ? ആ, രാജവല്ലിയുടെ മകൻ ആഘോഷിന്റെ ഒരു പ്രപ്പോസൽ വന്നു നിനക്ക്. പയ്യൻ ബിടെക് കഴിഞ്ഞ് പുറത്തെവിടെ ജോലി ചെയ്യാ. കുറച്ച് കഴിയട്ടെ അമ്മ. ഞാനിപ്പോ ഒരു മാരേജിനൊന്നും പ്രിപ്പയർഡ് അല്ല. മാത്രമല്ല ഇപ്പൊ മരുവത്തൂരിൽ ഒരു ആലോചന വന്നാ നടക്കാൻ തോന്നണുണ്ട് അമ്മയ്ക്ക്.